സല്യൂട്ട് സഹൃദയരെ. 2021 ഫെബ്രുവരി 7-ാം തീയതിയാണ് എൻ്റെ ഈ ചാനൽ സസ്നേഹം ശ്രീലേഖ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചത്. എൻ്റെ ആദ്യത്തെ എപ്പിസോഡ് അന്നാണ്. ഇപ്പോൾ അതിൻ്റെ 2 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഒരു കുട്ടി, കൃഷ്ണപ്രിയ എന്ന പേരിൽ ഉള്ള ഒരു കുട്ടി എന്നോട് യൂട്യൂബ് ചാനലിലൂടെ ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു. അതൊരു 2-3 എപ്പിസോഡ് മുമ്പായിരുന്നു എന്ന് തോന്നുന്നു. ഞാനത് ഇഗ്നോർ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. കാരണം അത് എന്നെക്കുറിച്ചുള്ള ചോദ്യം തന്നെയാണോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതൊരു ചോദ്യവും അല്ലായിരുന്നു, പരിഹാസ രൂപേണയുള്ള ഒരു കമൻ്റ് ആയിരുന്നു. ഡോക്ടർ ശ്രീലേഖയെ ഞാൻ ചാനലിലൂടെ കണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ഇതിനെ പാപത്ത് ചിരിക്കുന്ന ഇമോജി ഉണ്ടല്ലോ, ഹഹാന്ന്, അങ്ങനെ 2-3 ഇമോജികളും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഇഗ്നോർ ചെയ്തു. ഞാൻ വെച്ച് ഏതെങ്കിലും ഡോക്ടർ ശ്രീലേഖയെ കണ്ട കാര്യമായിരിക്കും ഈ കുട്ടി പറയുന്നതാണ്. പിന്നീട് എന്തിനു ഏതെങ്കിലും ശ്രീലേഖയെ കുറിച്ച് പറയണം, എന്നെക്കുറിച്ച് തന്നെ ആയിരിക്കണം. എവിടെ നിന്നാണ് ഈ ഡോക്ടർ വന്നതെന്ന് അറിയില്ലല്ലോ. എന്താണ് ഈ കുട്ടി പറയാൻ ഉദ്ദേശിച്ചത് എന്നറിയാൻ വേണ്ടി ഞാനൊരു മറു ചോദ്യം ചോദിച്ചു. എപ്പോൾ കണ്ടു, ഞാനെങ്ങനെ ടി വിയിൽ അധികം വരാറില്ലല്ലോ ഈയിടെ എന്ന് പറഞ്ഞൊരു മറുപടി ഇട്ടപ്പോൾ അതിൻ്റെ മറുപടിയായിട്ട് ആ കുട്ടി പറഞ്ഞു, ഒരു ചാനലിൽ കണ്ടതാണ്, ഒരു കഥ കണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു വീഡിയോയും കൂടെ അറ്റാച്ച് ചെയ്ത് അയച്ചു തന്നു എനിക്ക്. അപ്പോൾ അത് ഞാൻ ഒന്ന് നോക്കിയപ്പോൾ അതിനകത്ത് ഇങ്ങനെ വ്യാജ ഡോക്ടറേറ്റുകൾ വിൽക്കുന്ന ഒരു സംഘമുണ്ടെന്നും കൊല്ലത്ത് അയാളുടെ കഥയാണ് ഇതെന്നും അയാൾ പ്രഗത്ഭ വ്യക്തികൾക്ക് ഡോക്ടറേറ്റ് 1 ലക്ഷം രൂപ വാങ്ങിക്കൊടുത്തു എന്നും എന്നൊക്കെയുള്ള ഒരു കഥയാണ്. ഞാനതും കാണാൻ പോയില്ല. കാരണം ടി വി ചാനൽ ഞാൻ കാണാറില്ല. കഴിഞ്ഞ 2 വർഷമായിട്ട് വിരമിച്ചതിൽ പിന്നെ പ്രത്യേകിച്ച് ഞാൻ ടി വി ചാനലുകളോ ന്യൂസ് ചാനലുകളോ ഒന്നും കാണാറില്ല, സീരിയലുകൾ കാണാറില്ല, ടി വിയെ വെക്കാറില്ല. ഇഡിയറ്റ് ബോക്സ് എന്ന് പറയുന്നത് എന്തുമാത്രം പ്രസക്തമാണ് എന്ന് സർവീസിലിരിക്കുമ്പോൾ മനസ്സിലായ ഒരു കാര്യമായതുകൊണ്ട് ഞാനത് കാണാറില്ല. ഞാൻ തിരിച്ചൊരു മറുപടി അയച്ചു, എനിക്ക് വട്ടുണ്ടോ 1 ലക്ഷം രൂപ കൊടുത്ത് ഡോക്ടറേറ്റ് വാങ്ങിക്കാൻ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അതിനൊരു മറുപടിയായിട്ട് എഴുതി, അയ്യോ അത് ചാനലിലെ വാർത്ത കണ്ടില്ല, അതിനകത്ത് മാഡത്തിന്റെ പടം ഉണ്ടല്ലോ ഡോക്ടറേറ്റ് വാങ്ങിക്കുന്നത്. ചാനലുകൾ കള്ളം പറയുന്നതിനെ കുറിച്ചിട്ട് ഞാൻ വീഡിയോസ് കുറെ ചെയ്തിട്ടുണ്ട്. ഡോക്ടറേറ്റിനെ കുറിച്ചുള്ള ഒരു കാര്യവും ഞാൻ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. PhD വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടും ഞാനത് വേണ്ട എന്ന് വെച്ചതിന്റെ കാരണം പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. വീണ്ടും എടുത്തു വെച്ച് അത് കാണാൻ നിർബന്ധിതയായി. വേണ്ടെന്ന് വിചാരിച്ചെങ്കിൽ പോലും കണ്ടു. മൊത്തം കണ്ടപ്പോൾ അതിനകത്ത് പല പടങ്ങൾ ഇട്ടതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഒരു പടം ഇട്ടിട്ടുണ്ട്. ഷഫീഖ് ഷാഹുൽ ഹമീദ് എന്ന് പറഞ്ഞ് എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തി വിരമിച്ച ശേഷം 2021 മാർച്ചോ ഏപ്രിലോ ആയപ്പോഴാണ് അദ്ദേഹം വീട്ടിൽ വന്നത്. വൈഫുമായിട്ട് വന്നു. അപ്പോൾ എനിക്ക് നേരത്തെ ഇദ്ദേഹത്തെ അറിയാം. ഞാൻ ജയിൽ DGP ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനവുമായിട്ട് ഇടപഴകി പ്രവർത്തിച്ചിട്ടുണ്ട്. കാരണം ജയിലിൽ DGP ആയിരിക്കുമ്പോൾ ഹ്യൂമൻ റൈറ്റ്സിന് വളരെയധികം, മനുഷ്യാവകാശത്തിന് വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ്. ജയിലിൽ കിടക്കുന്ന ആൾക്കാരുടെ മനുഷ്യാവകാശം, ജയിലർമാരുടെ, വാർഡർമാരുടെയും ഓഫീസർമാരുടെയും അതിനെക്കുറിച്ചുള്ള മനുഷ്യാവകാശ നിയമത്തെക്കുറിച്ചുള്ള അറിവ്, അതിനൊക്കെ വേണ്ടിയിട്ട് പല ഗവൺമെൻറ് ഏതര സ്ഥാപനങ്ങളുമായിട്ട് നമുക്ക് ഇടപഴകേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഇടപഴകിയ ഒരു സ്ഥാപനമാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ഫെഡറേഷൻ. അത് മുമ്പുള്ള DGPമാരും അവരുമായിട്ട് ഇടപഴകിയിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം. അതിൻ്റെ ഫയലുകളും രേഖകളും ഒക്കെ ഓഫീസിലുണ്ട്. ആ സമയം ശ്രീ ഷാഹുൽ ഹമീദ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഞങ്ങളിങ്ങനെ ഒരുപാട് ഓഫീസേഴ്സിന് ഓണററി ഡോക്ടറേറ്റും കൂടെ കൊടുക്കുന്നുണ്ട്. ഇത് അമേരിക്കയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയുമായിട്ട് ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് താല്പര്യമില്ല, ഡോക്ടറേറ്റ് വാങ്ങിക്കാനൊന്നും പറ്റില്ല, എനിക്ക് താല്പര്യമില്ല. ഓണററി PhD എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ കഷ്ടപ്പെട്ട് വാങ്ങിക്കുന്ന ഒരു ഡിഗ്രി പോലെ അല്ലല്ലോ. അതിലെനിക്ക് താല്പര്യമില്ല. എന്തെങ്കിലും ഒരു ജോലി ചെയ്തിട്ട് അല്ലെങ്കിൽ വർക്ക് ചെയ്തിട്ട് വാങ്ങാമെന്നുള്ളതല്ലാതെ എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. അല്ലെ, വുമൺ ഓഫ് ദ ഇയർ അവാർഡ് എന്ന് പറഞ്ഞൊരു അവാർഡ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് മാഡത്തിന് തരട്ടെ എന്ന് ചോദിച്ചു. ഈ വർഷം ഡിക്ലെയർ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അതും ഞാൻ നിരസിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് സർവീസിൽ ഇരുന്നുകൊണ്ട് വുമൺ ഓഫ് ദ ഇയർ അവാർഡൊന്നും വാങ്ങാൻ നിർവാഹമില്ല, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ വാങ്ങിക്കണം, ഞാൻ വിരമിച്ച് കഴിഞ്ഞിട്ട് ആലോചിക്കാം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ വിരമിച്ചതിന് ശേഷം പലരും വിളിച്ചതിൻ്റെ കൂട്ടത്തിൽ ഇദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, ഇങ്ങനെ ഈ കഴിഞ്ഞ വർഷത്തെ വുമൺ ഓഫ് ദ ഇയർ അവാർഡ് തരാനായിട്ട് ഞങ്ങളുടെ സംഘടന തീരുമാനിച്ചു, മാഡത്തിന് ഒരു പരിപാടിയുണ്ട്, പങ്കെടുക്കാൻ വരുമോ എന്ന് ചോദിച്ചു. അതിനും നിർഭാഗ്യവശാൽ എനിക്ക് പോകാൻ പറ്റിയില്ല. പക്ഷേ ഓൺലൈനായിട്ട് ഞാൻ വേറൊരു പരിപാടിയിൽ പങ്കെടുത്തു, ഒരു ചർച്ചയോ മറ്റോ ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ശ്രീ ഷാഹുൽ ഹമീദും വൈഫും കൂടെ വീട്ടിൽ വന്ന് എനിക്ക് ഈ അവാർഡ് തരുന്നത്. ഒരു കേക്കും ഒക്കെ മാഡം ഉണ്ടാക്കിയ ഒരു കേക്ക് തന്നെ കൊണ്ടുവന്ന് തരികയും അത് ഞാൻ മുറിക്കുകയും ഒരു ഫോട്ടോസൊക്കെ എടുത്ത് തന്ന ഷാഹുൽ ഹമീദ് ഫേസ്ബുക്കിൽ അത് ഇടുകയൊക്കെ ചെയ്യും. എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ സ്വീകരണ മുറിയിൽ ഇരുന്നു കൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് തരുന്ന ഒരു പടം അന്ന് ഫേസ്ബുക്കിൽ ഇട്ടിരുന്ന ആ പടമാണ് മാതൃഭൂമി ചാനൽ എടുത്ത് വെച്ച് ഡോക്ടറേറ്റ് നൽകുന്നതാണ് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. പോസ്റ്റ് ചെയ്ത ആ സർട്ടിഫിക്കറ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. അതിനകത്ത് PhD എന്നൊന്നും എഴുതിയിട്ടില്ല.
ശ്രീമതി ശ്രീലേഖ എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത്. പടത്തിനകത്ത് കണ്ടാൽ തന്നെ അറിയാം, ഓണററി ഡോക്ടറേറ്റ് വാങ്ങിക്കാനാണെങ്കിൽ പോലും നമ്മളൊരു യൂണിഫോം പോലെ എന്തെങ്കിലും ഒരു ഗൗണും ഒരു തൊപ്പിയും ഒക്കെ ധരിച്ച ഒരു കളർഫുൾ ആയിട്ട് പോയ ഒരു വേദിയിൽ വെച്ചിട്ടാണ് അത് വാങ്ങുന്നത് എന്ന്. അപ്പം അങ്ങനെയുള്ളൊരു പടമല്ല. ഒരു ചുരിദാർ ഇട്ടുകൊണ്ട് ഞാൻ കാഷ്വലായിട്ട് നിന്ന് വാങ്ങുന്ന ഒരു പടമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അറിയാൻ പറ്റും ആൾക്കാർക്ക് അത് ഡോക്ടറേറ്റ് ഒന്നും വാങ്ങിക്കുന്നതല്ല എന്നുള്ളത്. പക്ഷേ മാതൃഭൂമി ചാനലിൽ എൻ്റെ പടം കാണിക്കണം എന്ന് തോന്നി. ഒരുപാട് പ്രഗത്ഭ വ്യക്തികളെ ഡോക്ടറേറ്റ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ പേരും കൂടെ വന്നു. അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട്. പ്രഗത്ഭ വ്യക്തിയാണെന്ന് അംഗീകരിച്ചല്ലോ. അപ്പം ഞാൻ ഡോക്ടറല്ല, ഞാൻ എൻ്റെ പേരിൻ്റെ മുന്നിൽ ഡോക്ടർ എന്ന് വെക്കാൻ ആഗ്രഹമില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഡോക്ടർ എന്ന് പറയുന്നത് തന്നെ എന്തോ ഒരു ഡോക്ടറിങ്ങുമായിട്ട് ബന്ധമുണ്ടോ എന്നൊരു ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ട്, ഡോക്ടേർഡ് ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഡോക്ടറിങ് ഓഫ് ഡോക്യുമെന്റ് എന്നൊക്കെ പറയുന്നത്. എന്തെങ്കിലും ഒരു ലീഗലായിട്ടുള്ള ഒരു സാധനത്തിൽ തിരുത്തുകൾ വരുത്തി തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നതിനാണ് ഡോക്ടേർഡ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡോക്യുമെന്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വാക്കാണ് ഡോക്ടർ എന്ന് പറയുന്നത് പോലും. ഡോക്യുമെന്റർ എന്നതിൻ്റെ ഒരു ഷോർട്ട് ഫോം ആണ് ഡോക്ടർ. PhD ഒരു യൂണിവേഴ്സിറ്റി തരുന്നത് തന്നെ ഡോക്യുമെന്റുകൾ സമർപ്പിക്കുന്നത് കൊണ്ടാണ്. ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്തു, അത് ഏതോ ഒരാളിരുന്ന് കൊള്ളാമെന്ന് തോന്നി, അതുകൊണ്ട് അതിൻ്റെ പേരിൽ ഡോക്യുമെന്റർ ആയതുകൊണ്ട് ഡോക്ടർ എന്നുള്ളൊരു ഡിഗ്രി കൊടുത്തു. അതിനുവേണ്ടി കുറേ പൈസ യൂണിവേഴ്സിറ്റി സ്റ്റൈപ്പൻ്റായിട്ട് കൊടുക്കുന്നുണ്ട്. 10-12 വർഷം കൊണ്ട് എടുത്താൽ മതി, എല്ലാ വർഷവും സ്റ്റൈപ്പൻഡ് കിട്ടും. അപ്പം അങ്ങനെ കാശ് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരു വിൻ വിൻ സിറ്റുവേഷനിലാണ് യൂണിവേഴ്സിറ്റികളിൽ ഡോക്ടറേറ്റ് കൊടുക്കുന്നത്. എൻ്റെ അപ്പൂപ്പൻ ഡോക്ടറായിരുന്നു, അമ്മയുടെ അച്ഛൻ ഡോക്ടറായിരുന്നു. എൻ്റെ വീട്ടിൽ ഒരുപാട് ഡോക്ടർമാർ, ഒരു PD ഡോക്ടർമാരെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഹോസ്പിറ്റൽ തുടങ്ങാനുള്ള ഡോക്ടർമാരുണ്ട്. ചേച്ചിമാർ 2 പേര് ഡോക്ടറാണ്, അനിയൻ ഡോക്ടറാണ്, ഭർത്താവ് ഡോക്ടറാണ്. എൻ്റെ ചേച്ചിയുടെ രണ്ടാമത്തെ ചേച്ചിയുടെ ഭർത്താവ് ഡോക്ടറാണ്, മൂത്ത ചേച്ചിയുടെ ഭർത്താവിന് ഡോക്ടറേറ്റ് ഉണ്ട്, അനിയൻ ഡോക്ടറാണ്. കസിൻസ് എല്ലാം കുറേ 10-12 കസിൻസ് ഡോക്ടേഴ്സ് ഉണ്ട്, അവരുടെ ഭർത്താക്കന്മാർ ഡോക്ടേഴ്സ് ഉണ്ട്, ഭാര്യമാർ ഡോക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഡോക്ടർമാർ ഉള്ള ഒരു കുടുംബമാണ് എൻ്റേത്. അവരുടെയും ജോലി എന്ന് പറയുന്നത് കുറിപ്പടി കൊടുക്കുക എന്നുള്ളതാണല്ലോ മരുന്നിന്, ഡോക്യുമെൻറ്റ്സ്. അതുകൊണ്ടാണോ അവരെയും ഡോക്ടർ എന്ന് വിളിക്കുന്നതെന്ന് അറിയില്ല. ഡോക്ടർമാർക്ക് ആർക്കും എന്നോട് വിരോധം തോന്നില്ല, നിങ്ങളെ മോശമായിട്ട് പറയുമൊന്നുമല്ല, എൻ്റെ കുറേ ഒബ്സർവേഷൻസ് ഞാൻ പറയുന്നതേ ഉള്ളൂ. എനിക്ക് പ്രിയപ്പെട്ടവരോട് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും ഇതൊക്കെ. എനിക്ക് നിങ്ങളോടൊക്കെ ഭയങ്കര സ്നേഹമാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരോട് എനിക്ക് വലിയ സ്നേഹമാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരോടും വലിയ സ്നേഹമാണ്. എൻ്റെ വീട്ടിലുള്ള എല്ലാ ഫാമിലി മെമ്പേഴ്സിനോടും, അവരൊക്കെ ഉള്ളൂ അവസാനം എൻ്റെ കൂടെ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് അവരോടൊക്കെ എനിക്ക് സ്നേഹമാണ്. എൻ്റെ ജെനുവിൻ ഫ്രണ്ട്സിനോട് എനിക്ക് വലിയ സ്നേഹമാണ്, സുഹൃത്തുക്കളോട്. ഇത്രയും നാളായിട്ട് നിങ്ങൾ എനിക്ക് തന്ന സ്നേഹം, സപ്പോർട്ട് ഒരു വലിയൊരു ശക്തിയായിരുന്നല്ലോ എൻ്റെ പുറകിൽ നിന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ടല്ലേ എനിക്ക് ഇത്രയധികമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിച്ചതും എനിക്ക് വേണ്ടി തന്നെ ചെയ്യാൻ സാധിക്കുന്നതും ഒക്കെ. ഇപ്പോൾ ജീവിതത്തിൽ വളരെയധികം അർത്ഥം നൽകുന്ന ഈ സൗഹൃദങ്ങളും എൻ്റെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കും ഒക്കെ എനിക്ക് വലിയ സ്നേഹമാണ്. ലവ് യു ഓൾ സോ മച്ച്, താങ്ക് യു. അതുകൊണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി പറയുന്നതല്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഈ പത്രങ്ങൾ എന്ന് പറയുന്നത് നിൽക്കുന്നത് അല്ലെങ്കിൽ അവർ നടത്തിക്കൊണ്ട് പോകുന്നത് നമുക്ക് വേണ്ടിയിട്ടല്ല, ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. പത്രങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു താല്പര്യമില്ല. അവരുടേതായിട്ടുള്ള അവരുടെ അജണ്ടയുണ്ട്, അവർക്ക് ഒരു രീതിയുണ്ട്, അതനുസരിച്ച് അവരത് മുന്നോട്ട് കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്യും. പത്രങ്ങൾ എന്തുമാത്രം ദ്രോഹം എനിക്ക് ചെയ്തിട്ടുണ്ട് എന്നതിനെക്കുറിച്ചും ഞാൻ വിശദമായ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. പലരും ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് മാനനഷ്ട കേസ് കൊടുക്കുന്നില്ല എന്നുള്ള. അതിന് മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ എഴുതിയ ഒരു ചെറുകഥയുണ്ട്, ചെറുമർമ്മരങ്ങൾ എന്നുള്ള എൻ്റെ കഥാസമാഹാരത്തിൽ മാനനഷ്ടം എന്ന് പറയുന്ന ഒരു ചെറുകഥ ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ഇതുപോലെ ഒരു പത്രക്കാരൻ എനിക്കെതിരെ തിരിഞ്ഞപ്പോൾ, മാനനഷ്ട കേസ് കൊടുക്കാൻ തുനിഞ്ഞപ്പോൾ ഉണ്ടായ എൻ്റെ അനുഭവത്തിൽ നിന്ന് എഴുതിയ ഒരു ചെറുകഥയാണ്. അത് വായിച്ചിട്ടില്ലാത്തവർ വായിച്ചു നോക്കൂ. ഞാനതിൻ്റെ ഒരു ഓഡിയോ ശ്രവണ കഥയായിട്ട് ചെയ്ത് എൻ്റെ ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. പ്രസ് എന്ന് പറയുന്നത് പോലും അമർത്തി താഴ്ത്തി വയ്ക്കുക, സപ്രസ് എന്ന് പറയുന്നത് ശരിക്കും അതൊരു മെഷീനാണ്. പ്രസ് എന്ന് പറയുന്നത് ആ മെഷീനിലൂടെ അച്ചടിച്ചായിരുന്നു ആദ്യം അത് ഇറങ്ങിക്കൊണ്ടിരുന്നത്. അതിനെയാണ് പ്രസ് എന്ന് പറയുന്നത്, പ്രിന്റിംഗ് പ്രസ് എന്ന് പറയുന്നത്. പ്രിന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന അച്ചടി യന്ത്രം എന്ന് പറയുന്ന അടിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ അതെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് ഇപ്പോഴും അതിനെ പ്രസ് എന്ന് തന്നെ പറയുന്നു. പ്രസ് പാസുകളുണ്ട്, പ്രസ്സിൻ്റെ കോളമുണ്ട്, അത് എല്ലാം പ്രസ് എന്ന് തന്നെ പറയുന്നത് ഇതുപോലെ ഇങ്ങനെ അമർത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. ഒരു ആശയം എന്ന് പറയുന്നത്, ഐഡിയ എന്ന് പറയുന്നത് തന്നെ പെട്ടെന്ന് അതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. മീഡിയ, ഐഡിയ എന്ന് പറഞ്ഞ 2 റിലേറ്റഡ് ആയിട്ടുള്ള വാക്കുകളാണ് ഇംഗ്ലീഷിൽ. ഡിയ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു ചെറിയ വാക്കാണ്, ഇറ്റാലിയനാണ് ദിയ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് ഐഡിയ എന്ന് പറയുന്നത് ഞാൻ ദൈവം എന്ന് പറയുന്നതാണ് ആശയം എന്ന് പറയുന്നത്. മീഡിയ എന്ന് പറയുന്നത് ഞാനാണ് ദൈവം എന്ന് പറയുന്നത്, അല്ലാതെ ഒരു ഇടയ്ക്കുള്ള കാര്യം എന്നുള്ളതല്ല. അതായത് ഇടയ്ക്ക് പ്രവർത്തിക്കുന്നു എന്നുള്ളത്. അങ്ങനെ ആകാൻ വേണമെങ്കിൽ പ്രകൃതിയാകുന്ന അല്ലെങ്കിൽ
യൂണിവേഴ്സ് ആകുന്ന ദൈവവും ജനങ്ങളാകുന്ന നിങ്ങളും തമ്മിലുള്ള ഒരു ഇടനിലക്കാരൻ എന്നുള്ള രീതിയിൽ നല്ലത് സത്യസന്ധമായ വാർത്തകൾ കൊണ്ടുവരുന്നു. ഇപ്പൊ ഈ ഒരു വാർത്തയെ പറ്റി തന്നെ നോക്കിക്കഴിഞ്ഞാൽ മാതൃഭൂമി എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്ന് പറഞ്ഞ ഒരു വാർത്ത കൊടുത്തത്? അവരുടെ മുഖ്യ ഉദ്ദേശം എന്തായിരിക്കണം? ഇതുപോലെയുള്ള സ്ഥാപനങ്ങളുണ്ട്, ജനങ്ങൾ വഞ്ചിക്കപ്പെടരുത് എന്ന് പറയുന്ന രീതിയിലല്ലേ ഒരു വാർത്ത കൊടുക്കേണ്ടത്? ജനങ്ങൾക്ക് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് ആർക്കെന്താ ഗുണം? ആളുകൾക്ക് 1 ലക്ഷം രൂപ ഇരിക്കുന്നോ കയ്യിൽ വ്യാജ ഡോക്ടറേറ്റുകൾ വാങ്ങിച്ചു കൂട്ടാൻ? എന്തുകൊണ്ടാണ് അതിന് ഇത്രയധികം പ്രാധാന്യം സമൂഹത്തിൽ ഉണ്ടാവാൻ കാരണം? ഒരു ഡോക്ടർ എന്നുള്ളൊരു പേര് കൊണ്ട് എന്താണ് ഗുണം? ഒരു ഡോക്ടർ എന്നുള്ള പേര് വെച്ച് നമ്മുടെ ഈഗോയ്ക്ക് ഭയങ്കര ബൂസ്റ്റിംഗ് ആയിരിക്കും. ഈഗോ, ഞാനിപ്പോൾ എൻ്റെ പേരിൻ്റെ കൂട്ടത്തിൽ IPS എന്ന് വെക്കുന്നത് എൻ്റെ ഈഗോ തന്നെയാണ്. പക്ഷേ IPS ബ്രാക്കറ്റ് റിട്ടയർഡ് എന്ന് എഴുതുന്നത് എൻ്റെ ചാനലിലൂടെ നിങ്ങളിലോട്ട് ഷെയർ ചെയ്യുന്നത് IPS കഥകളാണ്. കൂടാതെ ഞാൻ ഈ 33 വർഷം കൊണ്ട് എനിക്കുണ്ടായ ഒരു പേരെന്ന് പറയുന്നത് ആ ശ്രീലേഖ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരുപാട് ആ ശ്രീലേഖമാരുണ്ട്. പക്ഷേ ശ്രീലേഖ IPS എന്ന് പറയുന്നത് ഒരാളെ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യും. കൊച്ചുകുട്ടികൾ പോലും ശ്രീലേഖ IPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളല്ലേ ഞാൻ കണ്ടിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു യൂണിഫോമുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പേരായതുകൊണ്ടാണ് അത് ഞാൻ ഉപയോഗിക്കുന്നത്. ഒരു ചെറിയ ഈഗോയുടെ കളി അവിടെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഈഗോ ഇല്ലാത്ത ആൾക്കാരില്ല. മുമ്പും കുട്ടിക്കാലത്തൊന്നും പത്രം അങ്ങനെ അധികം ഞാൻ വായിച്ചിരുന്നില്ല. പക്ഷെ സിവിൽ സർവീസ് എന്നുള്ള ആഗ്രഹം തലേ കയറിയ പിന്നെയാണ് പത്രങ്ങൾ സീരിയസ് ആയിട്ട് വായിക്കാൻ തുടങ്ങിയത്. വേറൊരു ജോലിക്ക് അങ്ങനെ പത്രപാരായണം വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. PSC പരീക്ഷ എഴുതി കിട്ടിയത് പത്രം വായിച്ചിട്ടൊന്നുമല്ല. റിസർവ് ബാങ്കിൻ്റെ പരീക്ഷ എഴുതി കയറിയതും പത്രം വായിച്ചിട്ടല്ല. അതിനുവേണ്ടി പ്രത്യേകമായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ്. സിവിൽ സർവീസിന് പക്ഷേ പത്രം ഇല്ലാതെ പറ്റില്ല. അതുകൊണ്ട് 2 വർഷം ഞാൻ കുത്തിയിരുന്ന് പത്രം വായിച്ചിട്ടാണ് സിവിൽ സർവീസ് ക്രാക്ക് ചെയ്യാൻ പറ്റിയത്. പക്ഷെ അതിനുശേഷം ജോലിയിൽ കയറിയ ശേഷം പത്രം എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമായി മാറി. കാരണം പത്രവാർത്തകളുടെ പുറത്താണ് ഓരോ ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നതും ഓരോ എൻക്വയറി വരുന്നതും ഒരു കേസിൻ്റെ അന്വേഷണം പോലും പോകുന്നത് പത്രത്തിലുള്ള വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് ജോലിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത് പത്രക്കാരുമായിട്ട് നല്ലൊരു സൗഹൃദം എല്ലാ പോലീസ് ഓഫീസേഴ്സും ഉണ്ടാക്കിയെടുക്കുന്നതാണ്. പത്രക്കാർക്ക് അത് വലിയ ഇഷ്ടവുമാണ്. ജെന്യുവിനായിട്ടുള്ള സൗഹൃദമല്ല എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. അവരുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള ഒരു സൗഹൃദമാണ്. അതിനുവേണ്ടി അവർക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പത്രത്തിലൊരു വാർത്ത ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെ തുടർന്നാണ് പലരും ഒരു കേസിൻ്റെ അന്വേഷണം തന്നെ നടത്തുക. അത് ശരിക്കുള്ള അന്വേഷണമല്ല. പക്ഷെ അത് ജനങ്ങളെ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കും. അപ്പോൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാനുള്ള ഒരു ഉപാധി അല്ല പത്രമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ അജണ്ട പുഷ് ചെയ്യാനും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. പത്രങ്ങൾ തുടങ്ങിയിട്ട് തന്നെ എത്ര വർഷമായി? 300-ൽ താഴെ വർഷങ്ങളെ ആയിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. വിദ്യാഭ്യാസം എന്ന് പറയുന്ന കാര്യം പോലും നമുക്ക് വന്നിട്ട് ഒരു 300 വർഷം, അതായത് ഇതുപോലെയുള്ളൊരു രീതിയിൽ വന്നിട്ട് 300 വർഷമൊക്കെ ആയിട്ടുണ്ടാവാൻ വഴിയുള്ളൂ. ലോകമഹായുദ്ധങ്ങൾ കഴിഞ്ഞ ശേഷമാണല്ലോ എല്ലാം ലോകം മുഴുവനും ഇങ്ങനെയുള്ള ഒരു സംഘടനകൾ വന്നതും ലോകം മുഴുവൻ ഒരു കുടക്കീഴിൻ്റെ കീഴിലായതും അവിടെ നടക്കുന്നത് ഇവിടെ നടക്കുന്നതും മറ്റിടത്ത് നടക്കുന്നതും ഒക്കെ ഇങ്ങനെ അറിയണം എന്നുള്ള ഒരു ധാരണ വന്നതും പത്രങ്ങളിലൂടെ അതിങ്ങനെ പെരുപ്പിച്ച് കാണിച്ചതും ഇതിങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നു, യുദ്ധത്തിൻ്റെ ഇടയിലൂടെ ഇവിടെ ബോംബ് പൊട്ടി, അവിടെ അത് പൊട്ടി, യുദ്ധം ഇങ്ങനെയായി, ഈ രാജ്യം ജയിച്ചു നിൽക്കുന്നു, ഈ രാജ്യം തോറ്റു നിൽക്കുന്നു, ജപ്പാൻ ആക്രമിക്കപ്പെട്ടു, ജർമ്മനി ആക്രമിക്കപ്പെട്ടു എന്നൊക്കെയുള്ള വാർത്തകളെല്ലാം ഇങ്ങനെ പത്രങ്ങളിലൂടെയാണ് ആ സമയത്ത് ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരുന്നതും ആ വാർത്തകൾക്കൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ട് ജനങ്ങളെ വിശ്വസിപ്പിച്ചിരുന്നതും. പലപ്പോഴും നമ്മൾ വലിയ ദുരന്തങ്ങൾ പോലും പത്രങ്ങളിലൂടെയാണ് അറിയുന്നത്. അത് അങ്ങനെയാണ് എന്നുള്ളത് പത്രത്തിലെ വാർത്ത വായിക്കുമ്പോൾ വിശ്വസിച്ച് പോകും. ഏതെങ്കിലും ഒരു പത്രവാർത്ത വായിച്ചാൽ ഭൂകമ്പം ഉണ്ടായി, ടർക്കിയിലും സിറിയയിലും ഭൂകമ്പം ഉണ്ടായി, 2800 പേര് മരിച്ചു എന്ന് പറയും. അതേ പത്രം തന്നെ പിറ്റേ ദിവസം പറയും 2600 പേര് മരിച്ചു എന്ന് പറയും. 2 ദിവസം കഴിയുമ്പോൾ 2000-ലേറെ പേര് മരിച്ചു എന്ന് പറയും. അപ്പം അങ്ങനെയുള്ള വാർത്തകൾ സൃഷ്ടിക്കാനായിട്ട് പത്രങ്ങൾക്ക് പറ്റും. അത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തയാണ്. ഭീതിയിൽ, ജനം ഭീതിയിൽ, ഇവിടെ പേപ്പട്ടി, ജനം ഭീതിയിൽ, ഇവിടെ ആന വരണ്ടു, ജനം ഭീതിയിൽ, ഇതൊക്കെ പറയുന്നതൊക്കെ അജണ്ടയുടെ പുറകിലാണ് എന്ന് മനസ്സിലാക്കണം. കാരണം ആനകളെ ഇഷ്ടമില്ലാത്ത എസ്റ്റേറ്റ് ഉടമസ്ഥർ പറയും പിന്നെ ആന കയറി എൻ്റെ എസ്റ്റേറ്റ് നശിപ്പിച്ചു, ആനയെ ഉന്മൂലനാശനം ചെയ്യണം എന്ന് പറയുമ്പോൾ കാട്ടാനകൾക്കെതിരെ വലിയ വാർത്തകൾ വരും. അതുപോലെ പട്ടികളെ ഇവിടുന്ന് വേണ്ട, പട്ടിയെ ഇഷ്ടമില്ലാത്തവർ പറയും ഈ തെരുവിൽ നിന്ന് പട്ടികളെ എല്ലാവരെയും കൊന്നൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പേപ്പട്ടി കടിച്ചു, അവരെ പേപ്പട്ടി കടിച്ചു, അവിടെ പേപ്പട്ടി ശല്യം എന്ന് പറഞ്ഞ് ഇങ്ങനെ കഥകൾ ഉണ്ടാക്കും. പേപ്പട്ടി ചുമ്മാ വീടിനകത്ത് കയറി കുറേ കോഴികളെ കൊന്നിട്ട് തിന്നാതെ പോയി എന്നൊക്കെയുള്ള വാർത്തകളും പടങ്ങളും ഒക്കെ കൊടുക്കും. പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ട് പറയുകയാണ്. ഈ പത്രങ്ങളും അതിലത്തെ ചിത്രങ്ങളും അതിലെ വാർത്തകളും ഒക്കെ നിൽക്കുന്നതിൻ്റെ പുറകിലൊരു അജണ്ട ഉണ്ട് എന്നുള്ളതും അതിൻ്റെ പുറകിൽ ആരാണെന്ന് ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. പത്രങ്ങളോടുള്ള വിരോധം കൊണ്ട് പറയുകയല്ല, സത്യമെന്ന് എനിക്ക് 100% ബോധ്യമുള്ള കാര്യങ്ങളായതുകൊണ്ട് പറയുകയാണ്. അതിനെയൊക്കെ കുറിച്ച് ചെയ്താൽ വീഡിയോകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ എല്ലാവരും അതിൻ്റെ സ്വാധീനത്തിൽ അങ്ങ് വീണ് കിടക്കുന്നത് കൊണ്ട് അതിൽ നിന്നൊക്കെ ഊരി വരാൻ വലിയ പ്രയാസമാണ്.
മാട്രിക്സ് എന്നൊരു സിനിമയില്ലേ, നമ്മളിങ്ങനെ എല്ലാവരും ഇങ്ങനെ ഒരു വെബിൽ ഇങ്ങനെ കിടക്കുകയാണ് എന്നുള്ള ഒരു രീതിയാണല്ലോ അത്. നമ്മൾ രാവിലെ എണീറ്റ് നല്ല ഉറക്കമൊക്കെ ആയിരിക്കുമ്പോൾ രാത്രി ഉറങ്ങുമ്പോൾ നമ്മൾ നമ്മുടെ സ്വതവേയുള്ള നല്ല രീതിയിലേക്ക് പോകും, സ്വസ്ഥതയും സമാധാനവും നല്ല സ്വപ്നങ്ങളും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ കോൺഷ്യസ്നെസ്സിലേക്ക് പോകുമ്പോൾ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് നിന്ന് രാവിലെ നമ്മൾ തിരിച്ച് ആ പ്ലഗ് ഊരി മറ്റ് കോൺഷ്യസ്നെസ്സിലേക്ക് കുത്തുകയാണ്. ഒരു എന്താണ് ഡ്രീം റിയാലിറ്റി, ശരിക്കും ഒരു റിയാലിറ്റി അല്ല, പക്ഷേ എന്നാലും മറ്റുള്ളവർ ക്രിയേറ്റ് ചെയ്ത് ഇതാണ് റിയാലിറ്റി എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ലോകത്തിലേക്ക് തിരിച്ചെടുത്ത് നമ്മുടെ പ്ലഗ് കുത്തി പത്രം എടുത്ത് വെച്ച് തുറന്ന് നോക്കി ടി വി ചാനൽ ഓൺ ചെയ്ത് അതിനകത്തെ ചർച്ചകൾ കണ്ട് പത്രം വായിച്ചുകൊണ്ട് ചായയും കാപ്പിയും കുടിച്ച് അതിനകത്ത് എല്ലാ ദുഷിച്ച വാർത്തകളും അബ്സോർബ് ചെയ്ത് അയ്യോ ഇത് ഞെട്ടി അത് ഞെട്ടി മറ്റത് ഞെട്ടി, ഇവിടെ ആള്, ഇവിടെ ക്രൂരത, ഇവിടെ മറ്റത്, ഇവിടെ കുട്ടിയെ അടിച്ചു, അല്ലെങ്കിൽ സിനിമയിലെ ഗോസിപ്പുകൾ, മറ്റേ ഗോസിപ്പുകൾ, ഉന്നത വ്യക്തികളുടെ ഗോസിപ്പുകൾ, രാഷ്ട്രീയമായിട്ടുള്ള ചർച്ചകൾ, ഒളിഞ്ഞു വീണു, അവിടെ കത്തി, അങ്ങനെയുള്ള എല്ലാ വാർത്തകളും അബ്സോർബ് ചെയ്ത് വായിച്ച് കയറ്റി നമ്മുടെ മനസ്സിനകത്ത് ഉൾക്കൊണ്ടുകൊണ്ട് ദിവസം മുഴുവൻ ഇങ്ങനെ അതിൻ്റെ ഭാരവും ചുമന്നുകൊണ്ട് നടന്ന് രാത്രി വീണ്ടും അൺപ്ലഗ് ചെയ്ത് ഉറങ്ങുമ്പോൾ ഒരു സ്വസ്ഥത. അങ്ങനെയല്ലേ നമ്മുടെ ജീവിതം ശരിക്കും സംഭവിക്കുന്നതെന്ന് തോന്നാറുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് പത്രപാരായണം നിർത്തിയപ്പോൾ ഭയങ്കര സമാധാനവും സുഖവുമാണ്. ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ടി വി ചാനലോ വാർത്തയോ അല്ലെങ്കിൽ പത്രത്തിലുള്ള ഏതെങ്കിലും ഒരു വാർത്തയോ വായിച്ചു പോയി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മുഴുവൻ പോക്കുവാണ് എന്നുള്ള നെഗറ്റീവായിട്ട് അങ്ങ് മാറും അത്. അപ്പോൾ അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് അനുഭവിക്കുന്നത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഒരുപാട് പത്രമാധ്യമത്തിലുള്ള സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ഇപ്പോഴും എന്നെ ചേച്ചി എന്ന് വിളിക്കുന്നവരും ബോണി വിളിക്കുന്നവരും വീട്ടിൽ വരുന്നവരും എനിക്ക് ഒരുപാട് സ്നേഹമുള്ളവരും എൻ്റെ വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ പത്രങ്ങളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, പത്രപ്രവർത്തക സുഹൃത്തുക്കളുണ്ട്. എല്ലാവരെയും അടിച്ചാക്ഷേപിക്കുന്ന രീതിയിൽ പറയുകയല്ല ഞാൻ, പക്ഷെ അവർക്ക് പോലും അറിയില്ല ശരിക്കും എന്താ നടക്കുന്നത് എന്നുള്ളത്. അവർ പോലും ചില സ്വാധീന ശക്തികളുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. നമ്മളൊരു ഓഫീസിൽ പോയി ജോലി ചെയ്യുമ്പോൾ അവിടെയുള്ള ചട്ടവട്ടങ്ങൾ നോക്കണമല്ലോ, അതിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇഷ്ടമില്ലെങ്കിൽ പോലും ശമ്പളം കിട്ടുന്ന പണിയാണല്ലോ, പണിയിൽ ഒരു ആത്മാർത്ഥത കാണിക്കണ്ടേ, അപ്പം അവർ പറയുന്ന ചെയ്തല്ലേ പറ്റൂ എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് പല പത്രമാധ്യമ സുഹൃത്തുക്കളും എന്നെനിക്ക് തോന്നാറുണ്ട്. പക്ഷേ പലർക്കും ഒരു നല്ല അവബോധം ഉണ്ടെങ്കിൽ പോലും അത് അടിച്ചമർത്തി വീണ്ടും സപ്രസ് ചെയ്ത് കള്ളവാർത്തയിലൂടെ ഇംപ്രസ് ചെയ്യിക്കുന്ന, അതും പ്രസ്സല്ലേ, ആളുകളെ അതിശയിപ്പിക്കുന്ന, ഇംപ്രസ് ചെയ്യിപ്പിക്കുന്ന, കുറേ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ ഉണ്ടാക്കി വിതരണം ചെയ്യുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ ഒരു നുള്ള് പത്രവാർത്തകളൊക്കെ ഒരു നുള്ള് ഉപ്പിട്ട് മാത്രമേ എടുക്കാവൂ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഒരു നുള്ളെന്നുള്ളത് എടുക്കാറേ ഇല്ല എന്നാണ്. അത് ചെയ്യാതിരുന്ന അത്രയും നല്ലത് എന്ന് വിചാരിക്കുക എന്നേ ഉള്ളൂ. അല്ലെങ്കിലും ഈ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ്, എല്ലാവരും അവർക്ക് വേണ്ടി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ച് ഈ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? കുട്ടികൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. അല്ലെങ്കിൽ അവർ ഈ കുട്ടികളെ അടിക്കുകയും ഉപദ്രവിക്കുകയും ഇത്രയധികം പ്രഷർ ചെലുത്തുകയും അവരെ കൊണ്ട് സൂയിസൈഡിൻ്റെ വക്ക് വരെ എത്തിക്കുന്ന രീതിയിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുമോ? ഇല്ലല്ലോ. അവർ നിലനിൽക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി തന്നെയാണ്, അവിടെ ജോലി ചെയ്യുന്ന ടീച്ചർമാർക്ക് വേണ്ടി, അവിടുത്തെ സ്റ്റാഫിന് വേണ്ടി, ആ സ്ഥാപനം നിലനിന്ന് പോകാൻ വേണ്ടിയിട്ട്. എല്ലാം അങ്ങനെ തന്നെയാണ്. എന്ത് വെച്ച് നോക്കിയാലും അങ്ങനെ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഒരു കുട്ടിയെ 3 വയസ്സിൽ എന്തിനാണ് കൊണ്ടുപോയി സ്കൂളിൽ ചേർക്കുന്നത്? പ്ലേ സ്കൂളിൽ എന്തിനാണ് കുട്ടികളെ ചേർക്കുന്നത്? എന്ത് നിർബന്ധം? പ്ലേ സ്കൂളിൽ പഠിച്ച കുട്ടികളെ മാത്രമേ LKGക്ക് അഡ്മിഷൻ കൊടുക്കുകയുള്ളൂ, നഴ്സറിയിൽ എടുക്കുകയുള്ളൂ. എൻ്റെ മോനൊന്നും LKG പഠിച്ചിട്ടേ ഇല്ല. UKGയിൽ വല്ലപ്പോഴും 2-3 ദിവസം പോയിട്ടുണ്ട്. എന്നിട്ട് 1-ാം ക്ലാസ്സിൽ പഠിച്ചില്ല. അവർ പഠിപ്പിക്കുക വേണ്ടാനെന്ന് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ അടിച്ച് പഠിപ്പിക്കുന്ന രീതി ഒട്ടും ശരിയല്ല. സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ കുട്ടികൾ പോകുന്നത് അവരുടെ ഉല്ലാസത്തിനും അവർക്ക് ഇഷ്ടമുള്ളത് പഠിക്കാനും വേണ്ടിയിട്ടാവണം. അല്ലാതെ അടിച്ചമർത്തി പഠിപ്പിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നതിനോട് എനിക്കൊട്ടും താല്പര്യമില്ല. അങ്ങനെ പഠിപ്പിച്ചത് കൊണ്ടാണ് എനിക്ക് കണക്കിനോട് വലിയ വിരോധം തോന്നിയത് എന്നെനിക്ക് തോന്നാറുണ്ട്. പിച്ചി നുള്ളി അടിച്ചടിച്ചൊക്കെ കണക്ക് തെറ്റുമ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു മനസ്സിൽ തന്നെ ഒരു വല്ലാത്തൊരു വിഷമം തോന്നില്ലേ? കണക്കിനോട് അവജ്ഞ തോന്നാറില്ലേ? അതുകൊണ്ട് തന്നെയാണ് സയൻസിനോടും ദേഷ്യം തോന്നുന്നത്. നല്ല ടീച്ചർമാർ വന്ന് നല്ല രീതിയിൽ പഠിച്ചോ, അല്ലെങ്കിൽ വേണ്ട, താല്പര്യമുള്ളത് പഠിച്ചോ എന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ താല്പര്യം അനുസരിച്ച് പഠിച്ചുകൂടെ? അതാകണ്ടേ വിദ്യാഭ്യാസം? അതിന് പകരം ഇങ്ങനെ എല്ലാ ആവശ്യമില്ലാത്ത കാര്യങ്ങളും അടിച്ചമർത്തി പഠിപ്പിച്ച് സ്കൂളിൽ പോകാത്ത കുട്ടികളെ മർദ്ദിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് സമൂഹത്തിന് ഇത്രമാത്രം ഭൂഷണമാണ് എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ സ്പോർട്സ് താരങ്ങൾ, ആർട്ടിസ്റ്റുകൾ, പാടുന്നവർ, അവരൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ചെയ്തിട്ടാണ് പ്രശസ്തിയിലേക്ക് വന്നിരിക്കുന്നത്, അല്ലാതെ അടിച്ചമർത്തി ജോലി ചെയ്തിട്ടല്ല. ഒരു പ്രശസ്തിയിലേക്ക് ബിസിനസ്സുകാരാണെങ്കിൽ പോലും ബിസിനസ് എന്ന് പറയുന്നത് പോലും ഒരുപാട് ബിസി ആയിട്ട് ഇങ്ങനെ ഓടി നടക്കുന്ന ഒരു ബിസിനെസ് ആണെന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ബിസിനസ് ചെയ്യുന്നത് പോലും ഒരുപാട് ഓടി നടന്ന് ആൾക്കാർ ചെയ്താൽ അവർക്ക് എപ്പോഴും ഇങ്ങനെ ഓടി നടക്കാനേ സമയം കാണും. അതേസമയം റിലാക്സ് ചെയ്ത് ഇഷ്ടമായി സന്തോഷിച്ച് ആസ്വദിച്ച് ചെയ്യുന്ന ഒരു ബിസിനസ് ആവുമ്പോൾ അത് ഒരുപാട് പൈസ പലയിടത്തുനിന്ന് വരികയും ചെയ്യും. ഒരു പാസീവ് ഇൻകം എന്ന് പറയുന്നത് പലയിടത്ത് കിട്ടുകയും ചെയ്യും.
നമുക്കിഷ്ടമുള്ള കാര്യം ചെയ്തുകൊണ്ട് ആസ്വാദ്യകരമായിട്ടുള്ള രീതിയിൽ മുന്നേറുന്നത് കൊണ്ട് അവർക്ക് മാത്രമേ സക്സസ് കിട്ടിയിട്ടുള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ, ജെനുവിൻ റിയൽ സക്സസ് എന്ന് പറയുന്നത് പൈസയിൽ നിന്ന് കിട്ടുന്നതല്ല. അത് അവരുടെ ജീവിത വിജയം എന്ന് പറയുന്നത് പൈസ മാത്രമല്ല, അത് കൂടുതലും എന്തൊക്കെയോ ആണ് എന്ന് അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും. എല്ലാ കാര്യങ്ങളും പത്രത്തിലൂടെ കാണുന്നത് 100% ശരിയാണ് എന്ന് വിശ്വസിച്ച് ഇരിക്കുന്നവരെ പറ്റിക്കപ്പെടുകയാണ് എന്ന് മനസ്സിലാക്കും. ഏത് മാധ്യമങ്ങളിലൂടെയാണെങ്കിലും സോ കോൾഡ് റിലയബിൾ മാധ്യമങ്ങൾ എന്നാൽ നമുക്ക് വിശ്വാസമുള്ള, കുട്ടിക്കാലം മുതൽ വായിക്കുന്ന നമ്മുടെ അച്ഛനമ്മമാർ വായിച്ചിരുന്ന മാധ്യമം പറയുമ്പോൾ അത് വിശ്വസിച്ചാൽ പറ്റിപ്പോയി, നമുക്ക് പറ്റിയതാണ്, നമ്മൾ വി വർ ഫൂൾഡ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ ഇഷ്ടമില്ല പലർക്കും. നമ്മളെ പറ്റിക്കുകയായിരുന്നു, ഇത്രയും നാൾ നമ്മളെ പറ്റിക്കുകയായിരുന്നു എന്ന് വിശ്വസിക്കാൻ ആർക്കും താല്പര്യമില്ല. എന്നാൽ ജെനുവിനായിട്ട് ജനങ്ങൾക്ക് നിങ്ങൾ സൂക്ഷിക്കൂ, ഈ ജോലി തരാമെന്ന് പറഞ്ഞ് വന്നിരിക്കുന്ന ഈ സ്ഥാപനങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റിക്കുന്ന, നിങ്ങളെ ചതിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ കുറച്ച് പൈസ ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളത് 1 വർഷം കൊണ്ട് ഇരട്ടിച്ച് നിങ്ങൾക്ക് തരാം എന്ന് പറയുന്ന പറ്റിക്കുന്ന സ്ഥാപനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ചെയ്താൽ വിശ്വസിക്കാം. കാരണം അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, അവരെ സേവനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജേർണലിസമാണ്. ഒരു പ്രമുഖ മാധ്യമം പുറകുവശത്തെ പേജ് എടുത്ത് വെച്ച് നോക്കിയാൽ തന്നെ എപ്പോഴും ഇങ്ങനെ ഒരു ഡോക്ടർ സമ്പടി എന്ന് പറഞ്ഞ ഒരാളുടെ ലൈഫ് കോച്ചാണ്, അയാളെ ലൈഫ് വിജയം, ജീവിത വിജയം നേടാൻ ഇന്നയാൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാനത് കാണുമ്പോഴേ വിചാരിക്കും, അയ്യോ ഇയാളെ അറസ്റ്റ് ചെയ്യാൻ സമയമായി തോന്നുന്നല്ലോ എന്ന്. കുറേ നാളായിട്ട് ഇങ്ങനെ കാണും. പുറകെ വലിയ വാർത്തകളാണ്, അയാളുടെ പടവും കൊടുത്തിട്ട് ഇങ്ങനെ ഡോക്ടറായി, സെൽഫ് പ്രൊക്ലെയിംഡ് ഡോക്ടറാണ്. എല്ലാവരും അങ്ങനെയാണല്ലോ. അപ്പം അങ്ങനെ സെൽഫ് പ്രൊക്ലെയിംഡ് ഡോക്ടർമാർ ഒരുപാട് പേരുണ്ട്, ഡോക്ടറേറ്റ് കിട്ടുന്ന ഡോക്ടേർഡ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അവരിങ്ങനെ വാർത്തകൾ കൊടുത്ത് ടി വിക്കാർക്ക് പൈസയും കൊടുത്ത് ചാനലുകാർക്ക് കാശും കൊടുത്ത് പത്രങ്ങളിലൂടെ പരസ്യങ്ങളും കൊടുത്തിട്ട് അവസാനം ഒരു ദിവസം ടപ്പെന്ന് പറഞ്ഞ് പോലീസ് പിടിയിലായി ജയിലിൻ്റെ അകത്ത് കിടക്കുന്ന കാഴ്ചയും കാണാൻ കഴിയും. അതിനെതിരെ എന്താണ് പത്രങ്ങൾ ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ല. പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വന്ന ഒരു പെർട്ടിക്കുലർ ടൈമിൽ ആളുകൾ മനസ്സിലാക്കും ഞങ്ങൾ ചീറ്റ് ചെയ്യപ്പെടുകയായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടാണോ ഈ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നത്? ഈ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് പോലും എനിക്ക് തോന്നുന്നു. കാരണം ഒരു വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ കള്ളവാർത്തകളും പൈസ വാങ്ങിച്ചുകൊണ്ട് ഒരു പരസ്യം വാങ്ങിക്കണമെങ്കിൽ 50,000 80,000 രൂപയൊക്കെയാണ് പത്രങ്ങൾ വാങ്ങിക്കുന്നത്. ഇതെല്ലാം പത്രം മനഃപൂർവ്വം ചെയ്യുന്നതാണോ എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. ഇതുപോലെയുള്ള വ്യാജ വാർത്തകൾ, ഈ അസ്ട്രോളജി, ഈ രത്നം ധരിക്കൂ, ഈ വൈര്യം ധരിക്കൂ, ഈ ചരട് ജപിച്ച് കെട്ടൂ, നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യവും വരും എന്നൊക്കെ പറഞ്ഞിട്ട് മാത്രം അഡ്വർടൈസ്മെന്റ് നമ്മൾ കാണുന്നുണ്ട് പത്രങ്ങളിലൂടെ. ഇതൊക്കെ വലിയ ചീറ്റിംഗ് ആണ് പത്രങ്ങൾ ചെയ്യുന്നത്, ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി. ഇതൊക്കെ നമ്മളെ വല്ലാത്ത രീതിയിൽ സ്വാധീനിക്കുന്നില്ലേ? അതിന് പകരം എന്തുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നില്ല? ഒരുപാട് വില കൂട്ടി, പെട്രോളിൻ്റെ വില പെട്ടെന്ന് ടപ്പെന്ന് 10 രൂപ കൂട്ടി, 20 രൂപ കൂട്ടി എന്ന് പറയുമ്പോൾ, മദ്യത്തിൻ്റെ വില പെട്ടെന്ന് 400 രൂപ കൂട്ടി എന്നൊക്കെ പറയുമ്പോൾ ഈ 30% ആൾക്കാരെങ്കിലും മദ്യം വാങ്ങിക്കാതെ ഇരുന്ന് നോക്കൂ ഒരു 2-3 മാസത്തേക്ക്. അപ്പോഴേക്കും അവർ മദ്യത്തിൻ്റെ വില വീണ്ടും കുറയ്ക്കും, ടാക്സ് വീണ്ടും കുറയ്ക്കും. അല്ലെങ്കിൽ മദ്യം വിറ്റ് പോകണ്ടേ, അതല്ലേ അവരുടെ ആവശ്യം. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും കുറയ്ക്കും. പെട്രോൾ അടിക്കാതെ ഒരു മാസം അല്ലെങ്കിൽ 2 മാസം 3 മാസം ഇരുന്ന് നോക്ക്, കാറ് വീട്ടിൽ കിടക്കട്ടെ, ബാറ്ററി ഊരിയിട്ടാൽ മതി, ഒരിടത്തും പോകണ്ട. പെട്രോളിൻ്റെ കാശ് കൂട്ടി ഞങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ബസ്സിൽ പോവുക, ലേറ്റായാൽ അത് പറയുക, അല്ലെങ്കിൽ നടന്നു പോവുക, എന്തെങ്കിലും ചെയ്യുക. അപ്പോൾ അത് അടിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 30-40% ആൾക്കാർ പെട്രോൾ ഉപയോഗിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ പെട്രോളിൻ്റെ വില കുറയും. പക്ഷെ ആരും അത് ചെയ്യില്ല. കാരണം എല്ലാവർക്കും അത് ആവശ്യമാണ് എന്നുള്ളൊരു ധാരണ വരുത്തിയിട്ടുണ്ട്. പെട്രോൾ ഇല്ലാതെ ജീവിതമില്ല, ഡീസൽ ഇല്ലാതെ ജീവിതമില്ല, മദ്യമില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാണല്ലോ ആളുകളെ പ്രഷർ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ടാക്സിനെ പറ്റി കൂട്ടിയാലും അത് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, ജനനന്മയ്ക്കാണ് എന്നുള്ള രീതിയിൽ പത്രങ്ങൾ പറയുമ്പോൾ നമ്മൾ എന്തായാലും അത് വേണം എന്ന് പറഞ്ഞ് നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് അതോടൊപ്പം അങ്ങ് ചെയ്യുകയാണ്. എൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് ഞാൻ കാണിക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഞാനാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അതിൻ്റെ പ്രൂഫ് എവിടെയെന്ന് ചോദിക്കും. അവർക്കൊരു ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വേണം, ഒരു ഡോക്യുമെന്റ് വേണം, എൻ്റെ ജനന സർട്ടിഫിക്കറ്റ് വേണം, എൻ്റെ ആധാർ വേണം, എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് വേണം. അപ്പം അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഇത് ശ്രീലേഖയാണെന്ന് വിശ്വസിക്കുകയുള്ളൂ അവർ. അല്ലാതെ ഞാൻ ജീവനോടെ ചെന്ന് ഞാൻ ഇന്നയാൾ പച്ചയായ മനുഷ്യരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. എല്ലാ കുട്ടികൾക്കും അങ്ങനെയാണ്, ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആൾ ജനിച്ചു എന്നുള്ളത് പ്രൂഫ് ആവുന്നുള്ളൂ. അല്ലെങ്കിൽ ജനിച്ചു എന്നുള്ളത് നമുക്ക് ആ കുഞ്ഞിനെ എടുക്കാം, ഓമനിക്കാം, ഉമ്മ വയ്ക്കാൻ, കാണാം, കുഞ്ഞുണ്ടെന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യാം. കുഞ്ഞുണ്ട് എന്നുള്ളതിനൊരു പ്രൂഫ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം, ഡോക്ടർ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട സീല് വെച്ച ഒരു സാധനം വേണം. അപ്പൊ അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാത്തിനും സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഇനി ഭാവിയിൽ ശ്വസിക്കുന്ന വായുവിന് സർട്ടിഫിക്കറ്റ് വേണോ, അതിന് ടാക്സ് കൊടുക്കണോ എന്നൊന്നും എനിക്കറിയില്ല. വായുവിന് ടാക്സ് കൂട്ടി അറിയാവോ എന്നൊക്കെ ചോദിച്ചു. വീക്കെൻഡ് ആണോ എന്നറിയില്ല. ഏതോ ഒരു ഹാസ്യ സാഹിത്യകാരൻ അങ്ങനെ ഒരു ഇത് എഴുതിയതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം അങ്ങനെ എന്ത് ചെയ്താലും അതനുസരിച്ച് അതിന് വശംബദ്ധരായി വിധേയരായിട്ട് നമ്മൾ അനുസരിച്ച് ജീവിച്ചോളും എന്നറിയാവുന്നത് കൊണ്ടാണ് ഇങ്ങനെ എല്ലാം ചെയ്യുന്നത്. പക്ഷെ അനുസരിക്കില്ല എന്നൊരു 30% പേരെങ്കിലും കരുതിയിരുന്നെങ്കിൽ, കരുതാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കരുതിയാൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കും.
അപ്പം അങ്ങനെ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു പത്രങ്ങൾ തന്നെ വായിക്കുമ്പോൾ അത് കുറച്ചൊന്ന് സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വാർത്ത എന്നൊക്കെ മനസ്സിലാക്കി അത് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യുന്ന ഒരു രീതി ഉണ്ടാകുകയാണെങ്കിൽ അത് നല്ലതല്ലേ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. സസ്നേഹം, ശ്രീലേഖ.